പുൽവാമയിൽ വൻ സുരക്ഷാ വീഴ്ച തെളിയിക്കുന്ന തെളിവുകൾ പുറത്ത്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്താനിടയുണ്ടെന്ന് കാണിച്ച് IB CRPFന് നൽകിയ കത്തും പുറത്തായി. സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് തുറന്നു സമ്മതിച്ച് കശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കും രംഗത്ത് വന്നു. ഭീകരാക്രമണത്തിൽ ഇതുവരെ 41 സൈനികർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക സ്ഥിരീകരണം. 41 പേരുടെ ജീവനെടുത്ത തീവ്രവാദി ആക്രമണത്തിന് കാരണം ഇന്റലിജൻസ് വീഴ്ചയും സുരക്ഷാ സൈന്യത്തിന്റെ ജാഗ്രത ഇല്ലായ്മയുമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. ചാവേർ മുന്നൊരുക്കം അറിയുന്നതിൽ സുരക്ഷാ വീഴ്ചയുണ്ടതായി ഗവർണർ സത്യപാൽ മാലിക് സമ്മതിച്ചു. 300 കിലോയിലേറെ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാനും CRPFന്റെ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റാനും തീവ്രവാദിക്ക് കഴിഞ്ഞത് ഇന്റലിജൻസിന്റെ പിടിപ്പ് കേടാണ്. സുരക്ഷാ സൈന്യത്തിന്റെ നോട്ടപ്പുള്ളിയായ ചാവേർ അദിൽ അഹമ്മദിന്റെ നീക്കങ്ങൾ കണ്ടെത്താനും ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് കഴിഞ്ഞില്ലെന്നും ഗവർണർ സത്യപാൽ മാലിക് അംഗീകരിക്കുന്നു. എന്നാൽ 2 ആഴ്ച മുമ്പ് തന്നെ ആക്രമണത്തിന്റെ സാധ്യത അറിയിച്ചിരുന്നുവെന്ന് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം വ്യക്തമാക്കി. ജമ്മുകാശ്മീരിലെ സുരക്ഷാ സേനയ്ക്ക് രേഖാമൂലം നൽകിയ മുന്നറിയിപ്പിന്റെ പകർപ്പും പുറത്തുവന്നു. ഇതുപ്രകാരം CRPFനും വിവിധ സേനാ മേധാവികൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളുടെ വെബ്സൈറ്റിൽ ഒരു ബസ് പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതും ഇന്റലിജൻസ് ബ്യൂറോ മുന്നറിയിപ്പായാണ് കണ്ടത്. ജയ്ഷ മുഹമ്മദിന്റെ തലവൻ മസ്തൂർ അഹമ്മദിന്റെ അടുത്ത ബന്ധു ഉസ്മാൻ ഹൈദർ എന്ന തീവ്രവാദിയെ ഒക്ടോബറിൽ സുരക്ഷാ സൈന്യം കൊലപ്പെടുത്തി. ഇതിന്റെ പ്രത്യാക്രമണവും സൈന്യം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തീവ്രവാദികളുടെ സജ്ജീകരണം അറിയാൻ ഇന്റലിജൻസ് വിഭാഗത്തിനോ അത് തടയാൻ സൈന്യത്തിനോ കഴിഞ്ഞില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. കശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ വാണിജ്യതലത്തിൽ ഇന്ത്യ പാകിസ്ഥാനിന് നൽകിയ MFN പദവി പിൻവലിച്ചു. പാകിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ചർച്ചകൾ ആരംഭിക്കാനും തീരുമാനം. കേന്ദ്ര സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗത്തിന്റേതാണ് തീരുമാനം. സംഭവത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പാക് സ്ഥാനപതിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു. അക്രമം നടത്തിയവർക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും സൈന്യത്തിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചു. കശ്മീർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരായ നടപടികൾ കടുപ്പിക്കുകയാണ് ഇന്ത്യ. വാണിജ്യരംഗത്ത് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ MFN പദവി റദ്ദാക്കിക്കൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനോട് നിലപാട് വ്യക്തമാക്കിയത്. പാകിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള സാധ്യമായ നയതന്ത്ര ചർച്ചകൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിക്കും. പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധങ്ങൾ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം മറ്റ് രാജ്യങ്ങളോട് ചർച്ച നടത്തും. തീവ്രവാദത്തിനെതിരായ അന്താരാഷ്ട്ര ഉച്ചകോടി വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെടാനും ഇതിനായി ഐക്യരാഷ്ട്രസഭയിൽ സമ്മർദ്ദം ചെലുത്താനും ഇന്ന് ചേർന്ന ദേശീയ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. Which have to be taken to ensure the complete isolation from the international community. The most favored nation status which had been granted to Pakistan stands withdrawn. പാകിസ്ഥാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിക്കാനും ഇന്ത്യ തീരുമാനിച്ചു. അതേസമയം അക്രമത്തിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന കൃത്യമായ സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി. സൈന്യത്തിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നുവെന്നും ഇന്ത്യയിൽ അസ്ഥിരതയുണ്ടാക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. आतंकवाद के खिलाफ लड़ना ही होगा, आतंकवाद को परास्त करना ही होगा. आतंक से लड़ने के लिए जब सभी देश एक मत, एक स्वर, एक दिशा से चलेंगे तो आतंकवाद कुछ पल से ज्यादा नहीं टिक सकता है. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ കശ്മീർ സന്ദർശനത്തിന് ശേഷം നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കശ്മീരിലെ തീവ്രവാദ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ കൂടുതൽ ഒറ്റപ്പെടുന്നു. അമേരിക്ക, റഷ്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണയുമായി എത്തി. അമേരിക്ക, ഇസ്രായേൽ, മാലദ്വീപ്, ശ്രീലങ്ക, ഫ്രാൻസ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ സംഭവത്തിൽ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തി. തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന നിലപാട് പാകിസ്ഥാൻ പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. എന്നാൽ അന്വേഷണം നടത്താതെ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന നിലപാടിലാണ് പാകിസ്ഥാൻ. മൗലാന മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് ചൈനയുടെ പിന്തുണയും ലഭിച്ചേക്കില്ല. കശ്മീർ സംഭവത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന മൗലാന മസൂദിന്റെ ജെയ്ഷെ മുഹമ്മദാണെന്ന് വ്യക്തമായതോടെ പാകിസ്ഥാനെതിരായ നിലപാട് വീണ്ടും കടുപ്പിക്കുകയാണ് ലോകരാജ്യങ്ങൾ. സംഭവത്തിന് പിന്നാലെ അമേരിക്ക പാകിസ്ഥാനെതിരെ രംഗത്തെത്തി. തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന നിലപാട് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് വൈറ്റ് ഹൌസ് സെക്രട്ടറി സാറാ സാൻഡേഴ്സൺ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. റഷ്യയും പാകിസ്ഥാനെതിരായി നിലപാടെടുത്തു. ഇന്ത്യയുമായി ചേർന്നുള്ള തീവ്രവാദ വിരുദ്ധ നീക്കങ്ങൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ, മാലിദ്വീപ്, ശ്രീലങ്ക, ഫ്രാൻസ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളും ഇന്ത്യക്ക് പിന്തുണയുമായി എത്തി.
പാകിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ട് വിദേശകാര്യ മന്ത്രാലയം ചർച്ചകൾ ആരംഭിക്കുന്നുണ്ട്. ഈ ചർച്ചകൾ ഫലപ്രദമായാൽ കൂടുതൽ രാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ നിലപാടുമായി രംഗത്തെത്തും. മൗലാന മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇന്ത്യ വീണ്ടും ഐക്യരാഷ്ട്രസഭയുടെ മുന്നിൽ ഉയർത്തും. ഇന്ത്യയുടെ ആവശ്യത്തിന് പുതിയ സാഹചര്യത്തിൽ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണയും ഉണ്ടായേക്കും. എന്നാൽ പാകിസ്ഥാനുമായി ഇപ്പോഴും മികച്ച ബന്ധം തുടരുന്ന ചൈന ഈ ആവശ്യത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. തീവ്രവാദത്തിന്റെ ലക്ഷ്യം രാജ്യത്തെ വിഭജിക്കലാണെന്നും പക്ഷേ ഒരു സെക്കൻഡ് പോലും തീവ്രവാദ ശക്തികൾക്ക് രാജ്യത്തെ വിഭജിക്കാനാകില്ലെന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിനും ജവാന്മാർക്കും ഒപ്പം നിൽക്കുമെന്നും ആക്രമണം രാജ്യത്തിനേറ്റ മുറിവാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണോ രാജ്യത്തിന് ആവശ്യം അതിനായി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും പ്രതികരിച്ചു. And we are not going to be divided for 1 second. No matter how hard people try, this country and the entire opposition is going to stand together. We are going to stand with our Jawans and we are going to stand with the government. Today is not a day to raise contentious issues. Our role is today to convey to our soldiers, their families, our heartfelt condolences. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചവരിൽ മലയാളിയും. വയനാട് സ്വദേശി വി വസന്തകുമാറാണ് മരിച്ചത്. മരണവിവരം വീട്ടുകാരെ തേടിയെത്തുന്നത് വീട്ടിൽ നിന്ന് മടങ്ങി ഒരാഴ്ച തികയും മുൻപ്. 10 ദിവസത്തെ അവധിക്ക് ലക്കടിയിലെ വീട്ടിലെത്തിയ വസന്തകുമാർ ഈ മാസം 8-നാണ് ജമ്മു കാശ്മീരിലേക്ക് തിരിച്ചുപോയത്. സ്ഥാനക്കയറ്റത്തെ തുടർന്ന് CRPF 82-ാം ബറ്റാലിയനിൽ ഹവിൽദാറായാണ് വസന്തകുമാർ ശ്രീനഗറിലെത്തിയത്. മുൻപ് പഞ്ചാബിലായിരുന്നു ജോലി. ബറ്റാലിയൻ മാറ്റത്തെ തുടർന്ന് ലഭിച്ച അവധിക്ക് നാട്ടിലെത്തി. ഫെബ്രുവരി 8-ന് ശ്രീനഗറിലേക്ക് സൈനിക വാഹനത്തിൽ കയറുന്നതിന് മുൻപ് ഭാര്യയെ ഫോണിൽ വിളിച്ചിരുന്നു. അപകടമുണ്ടായെന്ന വാർത്ത ഇന്നലെ തന്നെ അറിഞ്ഞെങ്കിലും പുലർച്ചെ 5 മണിയോടെയായിരുന്നു മരണവിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. പോയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. 10 ദിവസത്തെ ലീവിന് വന്നിട്ട് അങ്ങനെ പോയതാ. മക്കളെയും പിള്ളേരെ കണ്ടിട്ട് പോയെന്ന്. 18 വർഷം സർവീസ് കഴിഞ്ഞു. 1.5 വർഷം കൂടി ഉള്ളൂ എന്നാണ് പറയുന്നത്. നാട്ടുകാരൊക്കെ നല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെ തന്നെ. അച്ഛനിപ്പോൾ 1 വർഷമായിട്ടില്ല മരിച്ചിട്ട്. പിന്നെ അമ്മയും പിന്നെ മൂപ്പരെ വൈഫും 2 പിള്ളേരും മാത്രമേ ഉള്ളൂ. 18 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ വസന്തകുമാർ 2 വർഷം കൂടി കഴിഞ്ഞ് വിരമിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. നാളെ പുലർച്ചെ 5 മണിയോടെ ഭൗതിക ശരീരം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിക്കും. വസന്തകുമാർ പഠിച്ച ലക്കിടി LP സ്കൂളിലാണ് പൊതുദർശനം. പിന്നീട് തൃക്കൈപ്പറ്റയിലെ കുടുംബ ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാവും സംസ്കാരം. മന്ത്രി TP രാമകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. വസന്തകുമാറിന്റെ അപ്രതീക്ഷ വിയോഗമുണ്ടാക്കിയ ദുഃഖത്തിലാണ് വയനാട്ടിലെ നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, വയനാട്. ചാവേർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുക്കുമ്പോൾ ഓർമ്മിക്കപ്പെടുന്നത് 1999-ലെ കാണ്ഡഹാർ വിമാന റാഞ്ചൽ കൂടിയാണ്. ഇന്ത്യയുടെ യാത്രാ വിമാനം റാഞ്ചിയ ഭീകരർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വാജ്പേയി സർക്കാർ ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറിനെയും മറ്റ് ഭീകരരെയും വിട്ടയച്ചത്. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ നടത്തിയ ചവേർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുക്കുമ്പോൾ ഓർമ്മിക്കപ്പെടുന്നത് 1999-ലെ കാണ്ഡഹാർ വിമാന റാഞ്ചലും കൊടും ഭീകരവാദിയും ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനുമായ മസൂദ് അസദിനെ കൂടിയാണ്. ഇന്ത്യയുടെ യാത്രാ വിമാനം റാഞ്ചിയ ഭീകരർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസദിനെ ഇന്ത്യക്ക് മോചിപ്പിക്കേണ്ടി വന്നത്. വിമാനത്തിലെ യാത്രക്കാർക്ക് പകരം ഭീകരരെ കൈമാറാനുള്ള തീരുമാനം കൈക്കൊണ്ടത് അന്നത്തെ വാജ്പേയി സർക്കാരായിരുന്നു. എന്നാൽ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയുടെ ആഗോള ഭീകരരുടെ പട്ടികയിൽ മസൂദ് അസറിനെ ഉൾപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. പാർലമെന്റ് ആക്രമണത്തിലും പഠാൻകോട്ട് ഭീകരാക്രമണത്തിലും ഇപ്പോൾ നടന്ന പുൽവാമയിലെ ചാവേർ ആക്രമണത്തിലെല്ലാം ഇന്ത്യ വിരൽ ചൂണ്ടുന്നത് മസൂദ് അസറിനും ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനും നേരെയാണ്. ജെയ്ഷെ മുഹമ്മദ് ഒരിക്കൽ കൂടി രാജ്യത്തെ സൈനികരുടെ ജീവനെടുത്ത് ആക്രമണം നടത്തുമ്പോൾ കാണ്ഡഹാർ വിമാന റാഞ്ചലിനെ വിസ്മരിക്കാതിരിക്കാനാവില്ല. അന്ന് വിമാന റാഞ്ചിയ ഭീകരർ ആവശ്യപ്പെട്ടതനുസരിച്ച് വാജ്പേയി സർക്കാർ മോചിപ്പിച്ചത് തടവിലായിരുന്ന മസൂദ് അസറിനൊപ്പം കൊടും ഭീകരവാദികളായ മുഷ്താഖ് അഹമ്മദ്, ഒമർ ഷെയ്ഖ് എന്നീ ഭീകരവാദികളെ കൂടിയാണ്. മസൂദ് അസറിനെ വിട്ടുകൊടുക്കാനുള്ള വാജ്പേയി സർക്കാരിന്റെ അന്നത്തെ തീരുമാനത്തിന് വ്യാപകമായ വിമർശനമാണ് ഏറ്റത്. പാർലമെന്റ് ആക്രമണത്തിലും പഠാൻകോട്ട് ഭീകരാക്രമണത്തിലും ഉറി ഭീകരാക്രമണത്തിലും ഇപ്പോൾ നടന്ന പുൽവാമ ചാവേർ ആക്രമണത്തിലും മസൂദ് അസദ് തന്നെ മുഖ്യ സൂത്രനാകുമ്പോഴും ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്. 350 കിലോ സ്ഫോടക വസ്തു നിറച്ച വാഹനം സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചുകയറ്റിയാണ് പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദി ആദിൽ അഹമ്മദ് ചാവേർ ആക്രമണം നടത്തിയത്. ക്രൂരമായ ആക്രമണം കഴിഞ്ഞയുടൻ ഇയാളുടെ ഫോട്ടോകളും വീഡിയോകളും ജെയ്ഷെ മുഹമ്മദ് തന്നെ പുറത്തുവിടുകയായിരുന്നു.
കശ്മീരിൽ CRPF സൈനികരുടെ വാഹനവ്യൂഹത്തിന് നേരെയുള്ള ചാവേർ ആക്രമണം നയിച്ച ഭീകരവാദി ആദിൽ അഹമ്മദ് ദർ ജെയ്ഷെ മുഹമ്മദിൽ ചേർന്നത് കഴിഞ്ഞ വർഷം. ആദിൽ അഹമ്മദ് ഗാദി തക്രനേവാല, ഗുണ്ടിബാഗിലെ വാഖോസ് കമാൻഡോ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. 350 കിലോ സ്ഫോട വസ്തുക്കൾ നിറച്ച സ്കോർപിയോ സൈനിക വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിയാണ് ആക്രമണം നടത്തിയത്. ക്രൂരമായ ആക്രമണം കഴിഞ്ഞുടൻ തന്നെ ഇയാളുടെ ഫോട്ടോകളും വീഡിയോകളും പുറത്തു വന്നിരുന്നു. ജെയ്ഷ് തന്നെയാണ് ആക്രമണത്തിന് തൊട്ടുമുള്ള ഇയാളുടെ സന്ദേശമുള്ള വീഡിയോ പുറത്തുവിട്ടത്. ജെയ്ഷെ മുഹമ്മദിന്റെ ബാനറിന് കീഴിൽ റൈഫിളുമെന്ന് നിൽക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. ജെയ്ഷെ മുഹമ്മദിൽ ചേർന്നത് 1 വർഷം മുമ്പാണെന്നും ഇപ്പോൾ തന്റെ ദൗത്യം സഫലമാക്കാൻ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണെന്നും വീഡിയോയിൽ പറയുന്നു. 2016-ൽ 19 സൈനികരുടെ മരണത്തിനിടയാക്കിയ ഉറി ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആഘാതമാണ് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഏൽപ്പിച്ചിരിക്കുന്നത്. ജെയ്ഷിന്റെ സുപ്രധാന നേതാക്കളെയെല്ലാം വകവരുത്തിയെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ ചാവേർ ആക്രമണം. 2018-ൽ ജെയ്ഷെ മുഹമ്മദ് സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയ വ്യക്തിയാണ് പുൽവാമയിലെ കാഗപ്പോറയിൽ നിന്നുള്ള ആദിൽ അഹമ്മദ്. ഉഗ്രശേഷിയുള്ള IED ബോംബ് ഉപയോഗിച്ചായിരുന്നു സ്ഫോടനം. ന്യൂസ് ഡെസ്ക്. വിശ്വാസത്തിന്റെ പേരിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും ഒന്നിച്ചിരിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. LDFനെ തോൽപ്പിക്കാൻ വിശ്വാസത്തെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ ഇടതുമുന്നണിയിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ തന്നെ അതിനെ പ്രതിരോധിക്കുമെന്നും കേരള സംരക്ഷണ യാത്രയിൽ അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഭാഗമായി രണ്ടു കൂട്ടർക്ക് യോജിക്കാൻ ഒരു പോയിന്റ് അവർ കണ്ടെത്തിയിരിക്കുകയാണ്. അത് വിശ്വാസം. വിശ്വാസത്തെ രക്ഷിക്കണ്ടേ എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് BJP, ഒരു ഭാഗത്ത് കോൺഗ്രസ് ഒന്നിച്ചുകൂടി കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസികളല്ല എന്ന് പറഞ്ഞ് പുറപ്പെട്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, ഇടതുപക്ഷ മുന്നണിയിൽ വിശ്വാസികളുമുണ്ട്, അവിശ്വാസികളുമുണ്ട്. ഈ വിശ്വാസികൾ മഹാഭൂരിപക്ഷം വിശ്വാസികളാണ്. ഞങ്ങളുടെ ജാഥയിൽ തന്നെ നടക്കുന്ന ഒരാൾ ഒരു ഫാദറാണ്. ഏത് മതത്തിലും സമുദായത്തിലും പെട്ട വിശ്വാസികൾക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാം. ഈ പ്രസ്ഥാനത്ത് നോക്കി നിങ്ങൾ വിശ്വാസികളുടെ പാർട്ടിയല്ല എന്ന് പ്രചരിപ്പിച്ച് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വിശ്വാസികളെ തന്നെ അണിനിരത്തി ഈ നീക്കത്തെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കരുത്തുണ്ട് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ഇൻവെർട്ടർ നിർമ്മാണ വിതരണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഹൈക്കോൺ തങ്ങളുടെ പുതിയ ഉൽപ്പന്നം വിപണിയിലിറക്കി. സൗരോർജ്ജ പവർ പ്ലാന്റുകളിൽ മാത്രം കാണുന്ന MPPT ചാർജർ ഉൾപ്പെടെ ലിഥിയം ബാറ്ററിയോട് കൂടിയ സോളിസ് സോളാർ ഇൻവെർട്ടറുകളാണ് വിപണിയിലിറക്കിയത്. സോളാർ പാനൽ ഇല്ലാതെയും സോളിസ് 1 യൂണിറ്റോളം പവർ ദിവസം തോറും സേവ് ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകതയെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു.